നമസ്കാരം. ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൽ സപ്തതാൽ 7 തടാകങ്ങൾ ഹൈന്ദവർ പുണ്യഭൂമിയായി ആ തടാകങ്ങൾക്കും വലിയ ചരിത്ര ഇതിഹാസ പ്രസക്തിയുള്ള ഒരു ഭൂമിയായി കാണപ്പെടുന്ന സപ്തതാൽ പ്രദേശത്ത് ഒരു മല തന്നെ വിലയ്ക്ക് വാങ്ങി കുരിശ് കൃഷി നടത്തുന്ന വിവരം തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ള അത്തരത്തിലൊരു വിവരം അവതരിപ്പിച്ചിട്ട് അത് സംബന്ധിച്ചുള്ള തുടരന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പക്ഷേ നേരിട്ടിപ്പോൾ നിയമപരമായിട്ട് അവർക്കെതിരെ ഒരു നടപടികളും എടുക്കുവാൻ സാധ്യമല്ല. കാരണം പ്രത്യക്ഷത്തിൽ എല്ലാ പേപ്പർ വർക്കുകളും എല്ലാ കടലാസുകളും കൃത്യമാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ആ കുന്ന് തന്നെ വിലക്കെടുത്തിരിക്കുന്നത്, ആരും അറിയാതെ. ഒപ്പം തത്വമയി ന്യൂസ് പല ചിത്രങ്ങളും, അത് വീണ്ടും പ്രേക്ഷകരുടെ ഓർമ്മയ്ക്കായി ഒന്നും കൂടി കാണിക്കാം. അവിടെ ഒരു രൂപക്കൂട് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും, ഒരു കുരിശിനെ ഒരു രൂപക്കൂടിൻ്റെ അകത്ത് സ്ഥാപിച്ചിരിക്കുന്നതും, ഒരു കെട്ടിടം ഉയർത്തി അതിന് മേൽ കുരിശൊന്നും സ്ഥാപിച്ചിട്ടില്ല, ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും പള്ളിയാക്കാവുന്ന തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടത്തുന്നതും, സംരക്ഷിത അതിലോല പരിസ്ഥിതി പ്രദേശമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണങ്ങൾ നടത്തുന്നതും എല്ലാം തത്വമയി ന്യൂസ് പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള നിയമ നടപടികളുടെ സാധ്യതകൾ പല ഹിന്ദു സംഘടനകളും പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്ന വിവരം. പക്ഷേ നിയമപരമായിട്ട് അതിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ കുന്നവർ നിയമപരമായി സ്വന്തമാക്കിയിരിക്കുന്നതാണ്. പക്ഷെ മറ്റൊരു മാർഗമുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥലം വാങ്ങലുകൾക്കൊക്കെ ഇവർക്ക് പണം എവിടുന്നാണ് ലഭിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം. ആ അന്വേഷണം ഒരുപക്ഷെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേറ്ററി ആക്ടിലേക്കായിരിക്കും. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട് എന്ന് പറയുമ്പോൾ ചുരുക്കി പറയുന്നതായിരിക്കും പ്രേക്ഷകർക്ക് കൂടുതൽ പരിചിതം FCRA. ആ FCRAയുടെ നിയമ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അത് പ്രേക്ഷകർക്കറിയാം. ഇപ്പോൾ തന്നെ നിലവിലുള്ള ചട്ടങ്ങൾ വളരെ കർശനമാക്കിയിട്ടുണ്ട് ഒരു ഓർഡിനൻസിലൂടെ. ആ ചട്ടങ്ങളെ പ്രതി തന്നെ നമ്മുടെ ക്രിസ്ത്യൻ സഭകളുടെ ഇടയിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപങ്ങൾ BJPക്കെതിരെ നടത്തുകയും പ്രത്യക്ഷത്തിൽ തന്നെ BJPയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ പെരുമാറിയ പല പാതിരിമാരെയും പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. ആ പാതിരിമാരെല്ലാം പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി FCRA നിയമത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രം നിലപാട് കർക്കശമാക്കുകയാണ് എന്നറിഞ്ഞതോടുകൂടി പതുക്കെ പിന്മാറി. എന്നിട്ട് രാഷ്ട്രീയ നേതാക്കളെ മുന്നോട്ടിറക്കി വിട്ടു. ഒടുവിൽ എന്നിട്ട് ഞങ്ങൾ BJPയുമായിട്ട് നേരിട്ടൊരു ഏറ്റുമുട്ടലിനില്ല, പ്രകോപിപ്പിക്കാനില്ല എന്നൊരു കിംവദന്തി പരത്തുകയും ചെയ്തു. അങ്ങനെ പിന്നോട്ട് മാറി പതുങ്ങിയിരുന്ന പാതിരിമാരുടെ കയ്യിലേക്കാണ് ഇപ്പോൾ ഡൽഹിയിലെ പാറ്റാ സമരം ഒന്ന് വീണ് കിട്ടിയത്. പാതിരിമാർ രണ്ടും കൽപ്പിച്ച് അതിൻ്റെ പിന്നാലെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിലിറങ്ങിയിരിക്കുന്നതിൽ അതിൻ്റെ ഒരു സമയഘടന വളരെ പ്രസക്തമാണ്. എന്താണ് ആ സമയഘടനയുടെ പ്രസക്തത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് പാതിരിമാർ ഈ വിഷയത്തിലേക്ക് എടുത്തു ചാടുന്നത്, നേരിട്ട് തന്നെ പരസ്യമായി തന്നെ. അതിൽ ആദ്യമായിട്ട് പുറത്തു വന്നത് 2 വലിയ പാതിരിമാരാണ്. അതിലൊരാൾ വെല്ലൂർ ബിഷപ്പ് അംബ്രോസ് പിച്ചൈമുത്തു. അദ്ദേഹം പറഞ്ഞത് ഈ പാറ്റകൾ രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണെന്നുള്ളതാണ്. രണ്ടാമൻ ഈശോ സഭയായ ജോർജ് മുത്തോൽ തിരുവനന്തപുരംകാരനാണ്. അദ്ദേഹം പറയുന്നത്, ഈ ജോർജ് മുത്തോൽ പറയുന്നത് ക്രിസ്ത്യൻ ചെറുപ്പക്കാരും തെരുവിലിറങ്ങി സമരം ചെയ്യണമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആവശ്യവുമായിട്ട് ഈ അംബ്രോസ് പിച്ചൈമുത്തുവും ജോർജ് മുത്തോലിനും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം വിദ്യാർത്ഥികളോടുള്ള സ്നേഹമാണ് എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ നിഷ്കളങ്കരെ എന്ന് വിളിക്കും. അതൊന്നുമല്ല ഇവരുടെ പിന്നിലുള്ള ഉദ്ദേശം. FCRA നിയമത്തിനെതിരെയുള്ള ഒരു വലിയ ആസൂത്രിതമായ നീക്കം തന്നെയാണ് സഭകളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറുവശത്ത് ഈ പാറ്റാ സമരങ്ങളുടെ ആസൂത്രണത്തിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാന വികാരവും ഈ FCRA നിയമ ഭേദഗതികളെ എതിർക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള അമേരിക്കൻ ഇടപെടലുകൾ ഈ കാര്യത്തിൽ സംശയിക്കാവുന്ന തരത്തിൽ പല തെളിവുകളും തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ വെച്ചു. ജൂലൈ 20-ാം തീയതി നടന്ന അനധികൃതമായ പാർലമെൻറ്റ് മാർച്ചിൽ അക്രമമുണ്ടാകും. പിറ്റേ ദിവസം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലോ മറ്റോ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. കർഷകരവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ, രാഹുൽ ഗാന്ധിയുടെ ഒന്നും പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും 20, 21 തീയതികളിൽ ഡൽഹിയിൽ, പ്രത്യേകിച്ച് മധ്യ ഡൽഹിയിൽ, സെൻട്രൽ ഡൽഹിയിൽ പ്രശ്നങ്ങളുണ്ടാകുവാനും ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനും
വലിയ സുരക്ഷാ സംവിധാനങ്ങൾ വിന്യസിക്കപ്പെടുവാനും സാധ്യതയുണ്ടെന്ന് ജൂലൈ 17 തന്നെ അമേരിക്കൻ എംബസി ഡൽഹി സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവരത് എങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരു ചോദ്യം ഒരു വശത്ത്. രണ്ട് അമേരിക്കൻ പൗരന്മാരെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നായി പിടികൂടിയ വാർത്തകളും തത്വമൈ ന്യൂസ് പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു. ഈ പ്രക്ഷോഭങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അവരിരുവരും CIA ബന്ധമുള്ള ആളുകളായിരുന്നു എന്നുള്ളതും തെളിയിക്കപ്പെട്ടതാണ്. മുൻപൊക്കെ ആയിരുന്നെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള CIA ബന്ധമുള്ള അമേരിക്കക്കാരെ പിടികൂടിയാൽ എല്ലാ ആദരവോടുകൂടിയും അവരെ അമേരിക്കയ്ക്ക് കൈമാറുക എന്നുള്ളതിനപ്പുറം ഒരു നിയമവും 2014 മുമ്പ് അവരുടെ മേൽ ബാധകമായിരുന്നില്ല, ഭാരതത്തിൻ്റെ ഒരു നിയമവും. ഇപ്പോൾ അത് ബാധകമാണ്. അതാണ് വ്യത്യസ്തത. അതൊരു വ്യത്യസ്തത. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടേതുൾപ്പെടെയായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ ഇടയിൽ അമേരിക്കക്കാരുടെ സാന്നിധ്യം സംശയിക്കപ്പെട്ടിരിക്കുന്നു. അതിനുള്ള തെളിവുകൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടുതൽ ഇനിയും പുറത്തു വരാനുണ്ട്. അതുകൊണ്ടാണ് സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമായിട്ട്, അല്ലെങ്കിൽ സംശയിക്കേണ്ട ഒരു കാര്യമായിട്ട് ഇപ്പോൾ ആ വാർത്ത അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ പറയുന്നത് പോലൊരു അധികാരമാറ്റം, എനിക്ക് ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറിയിലൂടെ അധികാരത്തിലെത്തുവാൻ, കാരണം ജനാധിപത്യപരമായിട്ടുള്ള വോട്ടിങ്ങിലൂടെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുക കോൺഗ്രസിനെ സംബന്ധിച്ച് അസാധ്യമാണ്. വ്യാജഗാന്ധി കുടുംബത്തിന് ഇനി അധികാരത്തിലേക്കുള്ള ദൂരം വളരെ വലുതാണ് എന്ന് ജനങ്ങൾ വീണ്ടും വീണ്ടും അവരോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ മുൻപിലുള്ള ഏക മാർഗം, യോഗേന്ദ്ര യാദവൊക്കെ പറഞ്ഞതുപോലെ, ജനാധിപത്യപരമായിട്ട് പാർലമെൻറ്റിലല്ല ഇനി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുവാൻ പോകുന്നത്, തെരുവുകളിലാണ് എന്നുള്ള തരത്തിൽ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലുമൊക്കെ ഉണ്ടായതുപോലെ ഒരു അട്ടിമറിയിലൂടെ ആരെയെങ്കിലും ഒരു ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ച് അതിനുശേഷം വ്യാജഗാന്ധി കുടുംബം രാജ്യത്തെ രക്ഷിക്കാൻ ആ പദവി അങ്ങ് ഏറ്റെടുക്കുക ദയാപൂർവം. അത്തരത്തിലുള്ളൊരു നീക്കത്തിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. മറുവശത്ത് ഈ അമേരിക്കയോ ഡീപ് സ്റ്റേറ്റോ ക്രിസ്ത്യൻ മിഷണറിമാരോ പുറത്തു നിന്നുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് സാമ്പത്തിക സഹായം നിർലോഭം നൽകിക്കൊണ്ട് ഭാരതത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കുവാനും മതപരിവർത്തനം നടത്തുവാനും സംസ്കാരങ്ങളെ നശിപ്പിക്കുവാനും ഒക്കെ ശ്രമിക്കുന്ന, നമ്മുടെ ഒരു സാംസ്കാരിക പൈതൃകത്തെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുമെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് FCRA നിയമ ഭേദഗതികൾ നടപ്പാക്കുവാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെ എങ്ങനെയും അട്ടിമറിക്കുവാനാണ്. ഇവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നായതുകൊണ്ട് ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച്, രാഹുൽ ഗാന്ധിയുടെ ഈ വ്യാജ ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ച് ഈ ഡീപ് സ്റ്റേറ്റുമായിട്ടുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ച് നിരവധി വിമർശനങ്ങളും നിരവധി ആരോപണങ്ങളും മുൻപ് തന്നെ ഉയർന്നിട്ടുണ്ട്. ഇതെല്ലാം സംഘടിച്ച് വരുമ്പോൾ പാതിരിമാരുടെ പ്രസക്തി അവിടെ കൂടുതൽ ഒരു ഗുരുതരമായ സാഹചര്യം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ പാതിരിമാരുടെ പ്രസക്തി എന്നുള്ളതിനേക്കാൾ സാന്നിധ്യം എന്ന് വേണം പറയാൻ. ഈ അംബ്രോസ് പിച്ചൈമുത്തു ആണെങ്കിലും ജോർജ് മുത്തോലക്കലാണെങ്കിലും ഇവരെല്ലാം ഒരു തുടക്കം മാത്രമാണ് എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ബോധ്യമായി. അത് ബോധ്യമാകുവാനുള്ള കാരണം പാതിരിമാരുടെ ഒരു മാർച്ച് ജന്തർ മന്ദറിലേക്ക്, വെള്ള നൈറ്റിക്കാരുടെ മാർച്ചെന്ന് വേണമെങ്കിൽ പറയാം. പലരും പരിഹസിച്ച് അവരെ വെള്ള നൈറ്റിക്കാരെന്നാണ് വിളിക്കുന്നത്. നമ്മളത് വിളിക്കുന്നില്ല. അവരുടെ മാർച്ച് അടിസ്ഥാനപരമായിട്ട് വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിനെ സംബന്ധിച്ചാണ് അവരുടെ മാർച്ചെങ്കിൽ അവരാദ്യം പ്രതികരിക്കേണ്ടിയിരുന്നത് കേരളത്തിലെ PSC ക്രമക്കേടുകളെക്കുറിച്ചാണ്. ഈ പാതിരിമാരാരും PSC ഉദ്യോഗാർത്ഥികൾ മണ്ണ് വാരി തിന്ന് സമരം നടത്തിയപ്പോൾ, മണ്ണ് ഊണായി കഴിച്ചുകൊണ്ട് സമരം നടത്തിയപ്പോൾ, മുട്ടിലെഴിഞ്ഞ് പ്രതിഷേധം നടത്തിയപ്പോൾ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല എന്നുള്ളത് പ്രേക്ഷകർ ഓർക്കുക. അല്ലെങ്കിൽ ഉരിയാടിയിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ വിവരം കമൻറ്റുകളിലൂടെ മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കുക. ഉരിയാടിയിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. കർണാടകയിലും മറ്റ് പല സംസ്ഥാനങ്ങളിലുമെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരെ പല പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പുറത്തായി അല്ലെങ്കിൽ ചോർന്നു. അതിനൊന്നും യാതൊരു പ്രതിഷേധവുമില്ല. ആരും രാജിവെക്കേണ്ട, അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നത് പോലുമില്ല ഇവരാരും. അവർക്ക് വേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അവരുടെ ലക്ഷ്യം മോദി സർക്കാരാണ്. അവരുടെ ലക്ഷ്യം നരേന്ദ്രമോദിയാണ്. അതിനും അപ്പുറത്തേക്ക് അവർക്ക് നിർലോഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായം എന്തിനു വേണ്ടി? നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും തകർത്ത് തരിപ്പണമാക്കി ഒരു മതത്തിൻ്റെ ആധിപത്യം ഇവിടെ സ്ഥാപിക്കുവാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾക്കായി ലഭിച്ചുകൊണ്ടിരുന്ന നിർലോഭമായ സാമ്പത്തിക സഹായത്തിൻ്റെ കടയ്ക്കൽ കേന്ദ്ര സർക്കാർ കത്തിവെച്ചതിൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സമരമെന്ന പേരിൽ നടക്കുന്ന ഡൽഹിയിലെ സമരാഭാസത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എതിർത്തുകൊണ്ട് പാതിരിമാർ കുതിച്ചിരിക്കുന്നത്. അത് അംബ്രോസ് പിച്ചൈമുത്തു ആണെങ്കിലും ശരി,
ജോർജ് മുത്തോലയ്ക്കലാണെങ്കിലും ശരി, മറ്റ് വെള്ളനൈറ്റിക്കാരാരാണെങ്കിലും ശരി, വെള്ളനൈറ്റിക്കാരെന്ന് ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ പറയുന്നില്ല, മറ്റ് പലരും പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഉത്തരാഖണ്ഡ് ദേവഭൂമിയിൽ നിന്ന് തുടങ്ങിയതിൻ്റെ കാരണം ഉത്തരാഖണ്ഡിൽ നടന്നത് വലിയൊരു ചതിയാണ്. അതിന് സംശയമൊന്നും വേണ്ട. കാരണം ആരും അറിയാതെ, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു മല തന്നെ വിലയ്ക്ക് വാങ്ങി അവരുടേതായിട്ടുള്ള ആരാധനാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആരാധനാ വസ്തുക്കൾ അവിടെ സ്ഥാപിച്ച് അവരുടെ ആധിപത്യം അവിടെ ഉറപ്പാക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പാതിരിമാരെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ, കാരണം ആ പ്രദേശങ്ങളിൽ എത്തിച്ചേരുക തന്നെ പലപ്പോഴും ദുർഘടമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ പുണ്യഭൂമികളിൽ എത്തിച്ചേരുന്ന, പുണ്യപ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നത് ഒരല്പം കഠിനമായിട്ടുള്ള കാര്യമാണ്. കാരണം കാലാവസ്ഥ പലപ്പോഴും അത്ര സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു പെരുമാറ്റമല്ല ആളുകളോട് നടപ്പാക്കുന്നത് അല്ലെങ്കിൽ ആളുകളോട് എടുക്കുന്നത്. അത്ര സൗഹാർദ്ദപരമായിട്ടുള്ളൊരു കാലാവസ്ഥയല്ല പൊതുവെ ആ സഞ്ചാരപാതകൾ ഉണ്ടാവുക. മഞ്ഞ് വീഴ്ച, മഴയുണ്ടാകാം, മിന്നൽ പ്രളയമുണ്ടാകാം, മേഘവിസ്ഫോടനങ്ങളുണ്ടാകാം, നിരവധി ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരു യാത്രികൻ്റെ മുമ്പിൽ, ഒരു തീർത്ഥാടകൻ്റെ മുമ്പിൽ ദേവഭൂമി ഒരുക്കി കൊടുക്കും. അത്രയും പരീക്ഷണങ്ങൾക്ക് ശേഷമേ ദേവദർശനം പാടുള്ളൂ എന്നുള്ളൊരു നിശ്ചയമാകാം, അല്ലെങ്കിൽ ഒരു തപസ്സിൻ്റെ അനുഷ്ഠാനം തന്നെയാകാം, തപസ്സിനെ പോലെ കഠിനമായ അനുഷ്ഠാനം തന്നെയാകാം ഉത്തരാഖണ്ഡിൽ ദേവഭൂമിയിലൂടെയുള്ള തീർത്ഥയാത്ര. ആ പ്രദേശത്താണ് ഇവരൊരു കുന്ന് വിലയ്ക്ക് വാങ്ങി, പരിസ്ഥിതി ലോല പ്രദേശമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അതിലോല പ്രദേശമാണ് അവിടെ. ദേശാടന കിളികളുടെ 500ഓളം ദേശാടന കിളികളുടെ ആവാസ ഭൂമിയാണത്. ആ പ്രദേശത്താണ് ഒരു കുന്ന് വിലയ്ക്ക് വാങ്ങി ഇവർ കുരിശ് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ചതികൾക്ക് ഇവർക്ക് പണം ലഭ്യമാകുന്നത് ഈ FCRA ഏത് സ്രോതസ്സിനെയാണോ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ആ സ്രോതസ്സുകളിൽ നിന്നാണ്. അതിൻ്റെ ഒരു പ്രതിഷേധവും പകയും ഒക്കെ ചേർന്നാണ് ഇപ്പോൾ വെള്ളനൈറ്റിക്കാർ നരേന്ദ്രമോദി സർക്കാരിനെതിരെ കുരിശുമെടുത്ത് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അല്ലാതെ വിദ്യാർത്ഥികളോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞത് ഈ കുരിശ് കൃഷിയെ സംബന്ധിച്ചുള്ള നിരവധി വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. വരും ദിവസങ്ങളിൽ അത് തീർച്ചയായും തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുക തന്നെ ചെയ്യും. ആ പുറത്തു വരുന്ന വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് കൃത്യമായി അവയുടെ ആധികാരികതയൊന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അടുത്ത നിമിഷം പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങളത് അവതരിപ്പിച്ചിട്ടുണ്ടാകും. അത്രയും കാലം പ്രേക്ഷകരൊന്ന് ആലോചിക്കേണ്ട കാര്യം, പ്രേക്ഷകർ സംവാദത്തിൽ ഏർപ്പെടേണ്ട കാര്യം, ഇപ്പോഴുള്ള ഈ പാറ്റാ സമരത്തിന് ലഭിക്കുന്ന ക്രിസ്ത്യൻ പാതിരിമാരുടെയും പള്ളികളുടെയും സഭകളുടെയും പിന്തുണയെക്കുറിച്ചാണ്. എന്തുകൊണ്ട് അവരത് ചെയ്യുന്നു? അടിസ്ഥാനപരമായി അവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നേഴ്സുമാരുൾപ്പെടെയുള്ള ജോലിക്കാരോട് മനുഷ്യത്വരഹിതമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അവർ നടത്തുന്നതിൻ്റെ നിരവധി വാർത്തകൾ തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ തെളിവുകൾ സഹിതം അവതരിപ്പിച്ചിട്ടുണ്ട്. നേഴ്സുമാരുടെ സമരം ഇപ്പോൾ ഒത്തുതീർന്നു എന്നുള്ള നിലയിൽ ഇപ്പോഴും തുടരുകയാണോ അല്ലയോ? പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിൽ കടന്നു പോവുകയാണ് സഭയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ സഭയുടെ കീഴിലുള്ള പല ആതുരാലയങ്ങളിലും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു കച്ചവടവൽക്കരണം നടപ്പാക്കിയത് തന്നെ ഒരു വിദ്യാഭ്യാസം കച്ചവടമാക്കിക്കൊണ്ട് തന്നെ അതിനെ ഒരു സാമുദായിക സേവനം ആണ് എന്ന് പ്രചരിപ്പിക്കുന്നതിൽ വിജയിച്ച ആദ്യത്തെ വ്യവസായികൾ ഒരുപക്ഷെ ക്രിസ്ത്യൻ സഭകളാണെന്ന് പറയേണ്ടി വരും. ഇവരൊക്കെ കൂടിയാണ് വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾക്കായി കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുവാൻ ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ ആശങ്ക വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചല്ല എന്നുള്ളത് തീർച്ചയാണ്. ഒരു കാര്യം കൂടി വ്യക്തമായി പറയാം, FCRA നിയമത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോക്കം പോകുവാൻ രഹസ്യമായെങ്കിലും ഒരു ധാരണ ഇവരുമായി ഉണ്ടാക്കിയാൽ പാതിരിമാർ പിന്മാറുമെന്ന് മാത്രമല്ല, ഈ പറയുന്ന പാറ്റാ സമരത്തെ തള്ളിപ്പറയുകയും ചെയ്യും. പാറ്റാ സമരത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റ് ചില കാര്യങ്ങൾ കൂടി അതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി തുടരും. സോനം വാങ്ചുക് എന്ന അവരുടെ പ്രസിദ്ധമായിട്ടുള്ള പ്രസൻറ്റബിൾ ഫേസ് അല്ലെങ്കിൽ ഒരു നോൺ ഫേസ്, പരിചിതമായ മുഖം അതിൽ നിന്ന് പിന്മാറിയതോടുകൂടി, അവരുടെ നേതാവ് അതിൽ നിന്ന് പിന്മാറിയതോടുകൂടി പാറ്റാ സമരത്തിൻ്റെ കാറ്റ് പോയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇനി അവർക്ക് വേണ്ടത്, അഭിജിത് ദീപ്കയ്ക്ക് വേണ്ടത് എങ്ങനെയെങ്കിലും മുഖം രക്ഷിച്ച് മുങ്ങുക എന്നുള്ളതാണ്. സൗരവ് ദാസിനും അശുതോഷ് റാങ്കയ്ക്കും വേണ്ടത് മറ്റ് പലതുമാണ്. അത് ഇനി എന്താണെന്നുള്ളത് അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. വിജേത ദാഹിയ ഇപ്പോൾ പുറത്തായി എന്നാണ് പാറ്റകൾ അവകാശപ്പെടുന്നത്. പക്ഷേ വിജേത ദാഹിയും ശ്രദ്ധയോടെ നാം ജാഗരൂകരായി നിരീക്ഷിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. കാരണം ഇവരൊന്നും അത്ര നിസ്സാരക്കാരല്ല. ഇവർ നിസ്സാരക്കാരല്ല എന്ന് ഞാൻ പറയുന്നത് ഇവരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു വൈഭവമോ അല്ലെങ്കിൽ ഒരു കഴിവോ ഒന്നുമല്ല. ഇവരുടെ പിന്നിലുള്ള ശക്തികൾ നിസ്സാരക്കാരല്ലാത്തത് കൊണ്ട്
ഇവർ നിസ്സാരക്കാരല്ല. കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി നമ്മുടെ മുൻപിലേക്ക് ഇറക്കി വിടപ്പെട്ടിട്ടുള്ള കളിപ്പാവകളാണ്, അല്ലെങ്കിൽ കരുക്കളാണിവർ. വെറും കരുക്കളാണ്. അവയെ നീക്കുന്ന കൈകൾ ഭാരതത്തിന് പുറത്തുള്ളവയാണ്. ആ കൈകളെ സഹായിക്കുന്ന ചില അല്ലക്കൈകൾ, അല്ലെങ്കിൽ തമിഴിൽ അല്ലക്കൈ എന്ന് പറയും. കാരണം ഈ കൈക്കുള്ള ഒരു ഉപകരണം, കൈ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, അല്ലെങ്കിൽ അത്ര സഭ്യമല്ലാത്തൊരു ഭാഷ, അത്ര സുഖകരമല്ലാത്തൊരു സംബോധനയാണത്. ആ രീതിയിലുള്ള അല്ലക്കൈകൾ പലരും ഭാരതത്തിനുള്ളിലുമുണ്ട്. അതിലൊന്നാണ് നമ്മുടെ വ്യാജഗാന്ധി കുടുംബത്തിലെ പുതിയ യുവരാജാവ്, 56 വയസ്സുള്ള യുവാവ്. അത്തരത്തിലാണ് സാഹചര്യങ്ങളുടെ ഒരു കിടപ്പ് ഇപ്പോൾ. മുന്നോട്ട് എങ്ങനെ ഇത് വികസിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇതിനെ വളരെ ജാഗ്രതയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. ആദ്യം കുറച്ച് നിസ്സാരവൽക്കരിച്ച് കണ്ടിരുന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം, കാരണം അവർ നിസ്സാരവൽക്കരിച്ച് കണ്ടു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഒരു തരത്തിലും ഒരു സുഷുപ്തിയിലേക്ക് പോയിരുന്നില്ല നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളൊന്നും. പക്ഷേ ഇതെങ്ങനെ വികസിക്കുമെന്നുള്ളത് ആദ്യമേ ഈ മുളയിലേ നുള്ളുക എന്നുള്ള ഒരു രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കൂ. ഈ പിച്ചൈമുത്തുവിനെയൊക്കെ, അംബ്രോസ് പിച്ചൈമുത്തുവിനെയൊക്കെ ഒരു കാര്യവുമില്ലാതെ എന്ന് തോന്നുന്ന തരത്തിൽ നേരത്തെ പിടിച്ചകത്തിട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പൊതുജനത്തിൻ്റെ പ്രതികരണം? എന്തിനാണ് ഒരു പാതിരിയെ പിടിച്ചകത്തിട്ടത്? കൃത്യമായിട്ട് ഇനിയിപ്പോൾ ഭാവിയിൽ ഇത്തരത്തിലുള്ളൊരു കുഴപ്പം ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളത് പറയാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് നടപടികൾ എടുക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് രാഷ്ട്രീയം. കാരണം പൊളിറ്റിക്സ് അതൊരു മൂഡല്ല, മാൻഡേറ്റാണ്. പൊളിറ്റിക്സ് ഈസ് നോട്ട് എ മൂഡ്, ഇറ്റ്സ് എ മാൻഡേറ്റ്. അതൊരു വികാരമല്ല, അതൊരു വിധിയെഴുത്താണ്. ആ വിധിയെഴുത്ത് കൃത്യമായി ചെയ്യാനറിയാവുന്ന ആളുകളാണ് കേന്ദ്രം ഭരിക്കുന്നത്. രാജ്യക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നവരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അതിലൊരു സംശയവും വേണ്ട. ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഈ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയെ അവസാനിപ്പിക്കാം. കാരണം ഈ ഒരു എക്സ്ക്ലൂസീവ് ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം ഉത്തരാഖണ്ഡും പാറ്റാ സമരവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിലാണ് ഇതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി. അത് പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇനി ആ വാചകത്തിലേക്ക് വന്നാൽ, കശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിലാണ് ഡൽഹി സമരം. ഒന്ന് പോയിനടാ പിള്ളേരെ എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു പഞ്ച് ഡയലോഗ്. നരേന്ദ്രമോദിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കശ്മീരിലെ കല്ലേറ് എങ്ങനെ നിർത്തി എന്നുള്ളതും പ്രേക്ഷകർക്കറിയാം. അപ്പോൾ എന്തായാലും ഈ വാർത്തകൾ, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുതിയ പുതിയ വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് പുതിയ വിശകലനങ്ങളുമായി വീണ്ടും കാണാം. ഈ വിഷയത്തെ സംബന്ധിച്ച്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.